ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 27-ാം തീയതിയാണ് മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 88 പോയിൻറ്റ് പോസിറ്റീവിലാണ് മാർക്കറ്റ് ക്ലോസിംഗ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 237 പോയിൻറ്റിൻ്റെ പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസ് പോസിറ്റീവിലുണ്ട്. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഏകദേശം ഇന്ന് നമുക്ക് 157 പോയിൻറ്റ് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. സ്മോൾ ക്യാപ്പ് 171 പോയിൻ്റ് ആയിട്ടാണ് പോസിറ്റീവിലേക്ക് വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിലും ജിയോ ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഏകദേശം 4% അപ്മൂവ്മെൻറ്റ് പോയിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ് 4% പോയിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളാണ്. അപ്പോളോ ഹോസ്പിറ്റലും പോസിറ്റീവിലാണ് നിൽക്കുന്നത്. 30 സ്റ്റോക്കുകൾ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 20 സ്റ്റോക്കുകൾ നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് പോസിറ്റീവിലാണ്. ടാറ്റ കൺസ്യൂമർ അതുപോലെ വിപ്രോ സ്റ്റോക്കുകളൊക്കെ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു ലെവലിൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ചാർട്ടിലേക്ക് നോക്കാം. ഒരുപാട് നമുക്ക് സോളാർ സ്റ്റോക്കുകളൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കാം. സോളാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകൾ സിസ്റ്റോൾ എനർജിയിൽ നിന്ന് 5% അപ്മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ പവർ 3 രൂപയുടെ പോസിറ്റീവ് വന്നിട്ടുണ്ട്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് IRFC അതുപോലെ IRCTC എന്ന് പറഞ്ഞ സ്റ്റോക്ക് നല്ല രീതിയിൽ പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. അദാനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദാനിയുടെ സ്റ്റോക്കുകളിലും നമുക്ക് ഇന്ന് നല്ല രീതിയിൽ പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി എൻ്റർപ്രൈസസ് അതുപോലെ തന്നെ അദാനി പോർട്ട്, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ഗ്രീൻ, ഈ സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവിലാണ്. അതുപോലെ റിലയൻസ് ഏകദേശം 1.34% റിലയൻസ് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഭാരതി എയർടെൽ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ICICI ബാങ്ക് പോസിറ്റീവാണ്. SBI എന്ന് പറയുന്ന സ്റ്റോക്കും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ITC ലിമിറ്റഡ് ഇന്നലെ പോസിറ്റീവ് വന്ന സ്റ്റോക്ക് നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. സൺഫാർമ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. സൺഫാർമ സ്റ്റോക്ക് അതുപോലെ കൊടാക് ബാങ്ക് പോസിറ്റീവിലാണ്. ടാറ്റ മോട്ടോഴ്സ് ഏകദേശം 4 രൂപയ്ക്കടുത്ത് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. അദാനി പോർട്ടും പോസിറ്റീവിലാണ് നിൽക്കുന്നത്. കോൾ ഇന്ത്യ JSW നെഗറ്റീവിലാണ് നിൽക്കുന്നത്. JSW സ്റ്റീൽ അതുപോലെ ഹിൻഡാൽക്കോ ഇന്ന് 6% പോസിറ്റീവിലേക്ക് ഹിൻഡാൽക്കോ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ജിയോ ഫിനാൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കാണ്, അതും ഒരു പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലെവലുകളിലൊക്കെ എങ്ങനെയുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഇന്നലത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ FIയുടെ ഭാഗത്ത് നിന്ന് ബയ്യിങ് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 12,594 കോടി രൂപയ്ക്കടുത്ത് FI ബയ്യിങ്ങിലേക്ക് വന്നിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. DI ഇന്നലെ സെല്ലേഴ്സ് ആയിരുന്നു. 195 കോടിയുടെ ഒരു സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത്. FI പെട്ടെന്ന് തന്നെ ഒരു ബയ്യിങ്ങിലേക്ക് വരികയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെഗറ്റീവ് ആയിരുന്നു, സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചത് FI തീർച്ചയായിട്ടും ഒരു ഫ്ലാറ്റുള്ള ഒരു പൊസിഷൻ, ഏകദേശം വലിയ രീതിയിലുള്ള സെല്ലിങ്ങിലേക്ക് പോവാതെ നിന്നിട്ട് DI കൂടുതലായിട്ട് ബൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ നേരെ മറിച്ചാണ് സംഭവിച്ചത്. DIയുടെ സെല്ലിങ് വളരെ കുറയും. FI പെട്ടെന്ന് തന്നെ ഏകദേശം നല്ല രീതിക്ക് ഒരു ബൈയിങ്ങിലേക്ക് വരികയുണ്ടായി. നെറ്റ് ബൈയേഴ്സായി മാറിയിട്ടുണ്ടായി. അപ്പോൾ ഇന്നും ഏകദേശം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റ് കിട്ടിയിരുന്നത്. നമ്മൾ വിചാരിച്ചിരുന്ന ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിന്ന് കൺസൾട്ടേഷൻ എടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയിട്ട് ഏകദേശം 25,550 എന്ന് പറഞ്ഞ ആ ലെവലിന് മുകളിലേക്ക് പോയി. തിരിച്ച് ഒരു റീടെസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായില്ല. നമ്മുടെ ലെവൽ എന്ന് പറഞ്ഞാൽ 25,632 ആയിരുന്നു. ആ ലെവലിന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള മാർക്കറ്റ് ടെസ്റ്റിംഗ് നടത്തി ഒരു മൂവ്മെൻറ്റ് ചെറുതായിട്ട് പോയി 25,650 എന്ന് പറഞ്ഞ റേഞ്ചിനൊക്കെ അടുത്ത് പോയി. വീണ്ടും അവിടെ ഒരു കൺസോൾട്ടേഷനാണ് 5 മിനിറ്റ് ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബോക്സ് റേഞ്ചിനുള്ളിലാണ് അപ്പോൾ ഇന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്തത്. ഞാൻ വിചാരിച്ച ലെവൽ ഈ ഒരു ലെവലിൽ തന്നെ ഒരു കൺസൾട്ടേഷൻ എടുക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതെടുക്കാതെ മുകളിലേക്ക് പോയിട്ട് 25,650 അതുപോലെ തന്നെ ഈ ഒരു ലെവൽ 25,600 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് കൺസൾട്ടേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നാളത്തെ കഴിഞ്ഞുള്ള ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ പോസിറ്റീവായിട്ട് വരുവാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുമോ, അതോ ഈ ലെവലിൽ ഒരു റീടെസ്റ്റ് താഴത്തേക്ക് റീടെസ്റ്റ് 25,550 റീടെസ്റ്റ് വന്നിട്ട് മേളിലേക്ക് പോകുമോ എന്നുള്ള നമ്മൾ കാര്യം നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും നോക്കാം. FI ഡാറ്റ ഇന്നത്തെ വന്നിട്ടില്ല. FI ഡാറ്റ ഇന്ന് വലിയ രീതിയിൽ ബൈയിങ് ആയിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം.